Hi everyone, welcome to another video of Skill Aid Center for Economics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഗ്രീൻ ജി ഡി പി. വി ഓൾ നോ വാട്ട് ഇസ് ജി ഡി പി, റൈറ്റ്? ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി വിത്തിൻ എ ഇയർ. നമ്മളതിൻ്റെ ജി ഡി പി എന്ന് പറയും. ടോട്ടൽ പ്രൊഡക്ഷൻ ആണ്. പക്ഷേ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ മരങ്ങൾ കട്ട് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നോയ്സ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്ന ഡിപ്ലീഷൻ, അല്ലെങ്കിൽ റിസോഴ്സസിൽ വരുന്ന ഡിപ്ലീഷൻ. ഇങ്ങനെ നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസിനും പ്രൊഡക്ഷനും ഒരുപാട് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഉണ്ട്. ഈ എൻവയോൺമെൻറ്റൽ കോസ്റ്റിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ജി ഡി പിന്നെയാണ് ഗ്രീൻ ജി ഡി പി എന്ന് പറയുന്നത്. സോ ഗ്രീൻ ജി ഡി പി ഈസ് എൻ അഡ്ജസ്റ്റഡ് ജി ഡി പി ഫോർ എൻവയോൺമെൻറ്റൽ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ജി ഡി പിയിൽ നിന്ന് എൻവയോൺമെൻറ്റൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ജി ഡി പി കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി നമുക്ക് ഉദാഹരണത്തിന് 150 ട്രില്യൺ ആണെന്ന് വെക്കുക. ഈ 150 ട്രില്യൺ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി ആണെങ്കിൽ ഈ 150 ട്രില്യൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് വന്നിട്ടുണ്ടാവാം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ദാറ്റ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഈസ് 10 ട്രില്യൺ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ടോട്ടൽ ജി ഡി പി അല്ലെങ്കിൽ ഗ്രീൻ ജി ഡി പി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 150 ട്രില്യൺ മൈനസ് 10. ഈ 10 എന്താണ്? എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. സോ ടോട്ടൽ ജി ഡി പി എന്ന് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വി വിൽ ബി ഗെറ്റിംഗ് ഗ്രീൻ ജി ഡി പി.